അമേരിക്ക നിലപാട് മാറ്റാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാൻ സുപ്രീം കോടതി ദേശീയ സുരക്ഷാ സമിതി മേധാവ് മുഹ്സിൻ റിസായി പറയുന്നുണ്ടായിരുന്നു. മുഹ്സിൻ റിസായി തന്നെയാണ് ഇപ്പോൾ ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ സമിതി മേധാവിയായി നിൽക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇപ്പോൾ എല്ലാ ജനങ്ങളും ശ്രദ്ധയോടെ തന്നെയാണ് കേൾക്കുന്നത്. അമേരിക്കയുടെ നിലപാട് മാറ്റാതെ ഒരിക്കലും നമുക്ക് ഹോർമൂസ് കടലിടുക്ക് തുറക്കാനാകില്ല എന്നത് അദ്ദേഹം പറയുകയും മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുകയും അവർക്ക് അതിനുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലിന് നേരെ US വീണ്ടും ആക്രമണം നടത്തിയതോടെയാണ് റിസായിയുടെ പ്രതികരണം എത്തിയത്. ഇറാനെതിരായ നാവിക ഉപരോധം ലംഘിച്ച കപ്പലിനെയാണ് US ആക്രമിച്ചത്. പനാമയുടെ പതാക വഹിച്ച കപ്പലിന് നേരെ വെടിയുതിർത്ത് പ്രവർത്തനം തടഞ്ഞതായി US സെൻട്രൽ കമാൻഡ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തെഹ്റാനിലെത്തിയ പാക് നേതാക്കൾ ഇറാൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തെഹ്റാനിൽ എത്തിയ പാക് ആഭ്യന്തര മുഹ്സിൻ നഖ്വി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയെ സന്ദർശിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മൊയ്തബ ഖാംനെയി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പെസഷ്കിയാൻ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും ലക്ഷ്യമിട്ടുള്ള ചർച്ചയ്ക്കായി ഇറാൻ സംഘം വൈകാതെ ഇസ്ലാമാബാദിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ നേതാക്കളെ പാക് നേതൃത്വം ചർച്ചയ്ക്കായി അറിയിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്ലാമാബാദിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ക്ഷണം സ്വീകരിക്കണമോ എന്നതിൽ ഉചിതമായ സമയം നോക്കി തീരുമാനമെടുക്കുമെന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയത്. ഇതിനിടെ ഇറാനെ നോക്കി തീരുമാനമെടുക്കുമെന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയത്. ഇതിനിടെ ഇറാനെ തന്നെ സാമ്പത്തികമായി തകർക്കുന്നതിനുള്ള നടപടി ഇപ്പോൾ ഊന്നൽ നൽകുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ മാസം തുർക്കിയിലെ അങ്കാറയിൽ തന്നെ വെച്ച് നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ നിന്നുള്ള വധഭീഷണിയെ തുടർന്ന് രഹസ്യ സൈനിക വിമാനത്തിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും റിപ്പോർട്ട് വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങളുടെയും വിമാനത്താവള ഉദ്യോഗസ്ഥരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറി ട്രംപിനെ രഹസ്യമായി എയർപോർട്ട് കാറ്ററിംഗ് ട്രക്കിൽ ഒളിപ്പിച്ച് ചെറിയ സൈനിക വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. വിവിധ ലോക നേതാക്കളോടൊപ്പം കഴിഞ്ഞ മാസം നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ട്രംപ് അങ്കാറയിൽ എത്തിയതിൻ്റെ ഓരോ ക്യാമറയിലും പതിഞ്ഞിരുന്നു. ടെലിവിഷൻ 1 ജംബോ ജെറ്റ് വിമാനത്തിൽ ട്രംപ് കയറുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും ടെലിവിഷൻ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. എന്നാൽ മിനിറ്റുകൾക്കകം കാറ്ററിംഗ് ട്രക്കിലെ ഭക്ഷണപ്പെട്ടിക്കുള്ള ഒളിപ്പിച്ച വൈറ്റ് ഹൗസ് ആദ്യം അറിയിച്ചിരുന്നു. ട്രംപ് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ യാത്ര തിരിച്ചെന്നായിരുന്നു അറിയിച്ചത്. മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൗസിൽ ചില ജീവനക്കാർ പോലും അദ്ദേഹം ആ വിമാനത്തിലുണ്ടെന്ന് കരുതിയിരുന്നു. ഇതിനിടയിലാണ് ഇറാൻ ഭീഷണിയെ തുടർന്ന് രഹസ്യ ഓപ്പറേഷന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള വെല്ലുവിളികളാണെന്നുള്ളത് പെട്ടെന്നുള്ള കാര്യങ്ങളും കൃത്യമായി ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രേക്ഷകരെല്ലാവരും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചും ഇതുപോലെയുള്ള വാർത്തകളെക്കുറിച്ചും തന്നെയാണ് കൂടുതലും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്.